ഡിയർ കീം ആസ്പിരൻസ്, നമ്മൾ ഇപ്പോൾ ന്യൂസ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ചാനലുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കീമിൻ്റെ പരീക്ഷ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരണം നടക്കുന്നു, അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്തു എന്നുള്ള ഹൈക്കോടതിൻ്റെ ജഡ്ജ്മെൻറ്റാണ് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാം കൺഫ്യൂഷനിലാണ്. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഒരുപാട് ഡിലേസ് ഉണ്ടായിട്ടുണ്ട്. മുന്നോട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. ഓരോ വർഷവും ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ഈ വീഴ്ചകൾ കാരണം കുട്ടികൾ നല്ല രീതിയിൽ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും കൗൺസിലിങ്ങിലും മുന്നോട്ടും എല്ലാം അവരുടെ ക്ലാസ്സുകൾ നടക്കുന്നിടത്ത് എല്ലാം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വർഷം സമയമുണ്ടായിരുന്നു, ഒരു വർഷം നല്ല പറയേണ്ടത് അനേക വർഷങ്ങൾ സമയമുണ്ടായിരുന്നു. ഇതുവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് വലിയ വലിയ വീഴ്ച തന്നെയാണ്. കുട്ടികളുടെ ഭാവിയെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടികളാണ് കൃത്യമായിട്ട് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ വിദേശത്ത് പോകുന്നു, എബ്രോഡ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആൾക്കാർ, ഈ നാട്ടിലെ നേതാക്കന്മാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇരിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളാണ് ഈ കുട്ടികളെ വിദേശത്തേക്ക് പറഞ്ഞു വിടുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ള പരീക്ഷകൾ നടത്തിപ്പിലോ അല്ലെങ്കിൽ IIT JEE പോലെ എക്സാമൊക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എഫക്റ്റീവായിട്ടും വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോ തവണയും ഇത്ര വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത്, കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നത് വലിയ വലിയ നാണക്കേടുമാണ് ഈ നാടിനുണ്ടാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളിൽ പോലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കുക, അതേ ഫോർമുല തന്നെ കേരള സർക്കാരും സ്വീകരിക്കുകയായിരുന്നു. അത് നല്ലതാണ്, പക്ഷേ ആ തീരുമാനം വന്നത് വൈകി. അത് നല്ലതാണെന്ന് ഇപ്പോൾ നടത്തിയ നടപടികൾ, പുതിയതായിട്ട് ചെയ്ത ഫോർമുല 532 എന്ന് പറയുന്ന ഫോർമുല, ഈ ഫോർമുല അവലംബിച്ചതും പഴയ ഫോർമുല ഉപേക്ഷിച്ചതും നല്ലതാണെന്നാണ് ന്യൂസ് 18 ചാനലിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഈ കാര്യങ്ങളെ പറ്റി ടെക്നിക്കലി ഇവർക്ക് അറിയത്തില്ലെങ്കിൽ അവരത് മിണ്ടായിരിക്കുകയാണ് ചെയ്യേണ്ടത്. വീണ്ടും കൺഫ്യൂഷൻസിലേക്കാണ് അത് പോകേണ്ടത്. ഇത് സിമ്പിളാണ് കാര്യം, വളരെ സിമ്പിളാണ് കാര്യം. ഇത് സോൾവ് ചെയ്യാനായിട്ട് 4 സൊല്യൂഷൻസ് ഞാൻ പറയാം. ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ കീം എക്സാം അങ്ങ് എടുത്ത് എന്തിനാണ് ഈ കീം എക്സാം നടത്തുന്നത്? ഇത്രമാത്രം കൺഫ്യൂഷൻ ഉണ്ടാക്കി ഈ പറയുന്ന മാതാപിതാക്കൾക്കും സ്റ്റുഡൻസിനൊക്കെ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ എക്സാം എന്തിനാണ് നിങ്ങൾ തുടരുന്നത്? IIT JEE ഉണ്ടല്ലോ, മെഡിസിന് വേണ്ടിയിട്ട് നമ്മൾ നീറ്റിൻ്റെ എക്സാമല്ലേ നോക്കുന്നത്. അതുപോലെ തന്നെ IIT JEE മാർക്സ് വെച്ചിട്ട്, IIT JEE റാങ്ക് വെച്ചിട്ട് മാത്രം അത് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന മാർക്ക് ലിസ്റ്റ് പ്രകാരം മാത്രം അഡ്മിഷൻ കൊടുത്താൽ മതി. എന്തിനാണ് ഇത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട്, കുട്ടികളുടെ ഭാവി കളയാനായിട്ട് ഇത്തരത്തിലുള്ള എക്സാംസ് നിങ്ങൾ നടത്തുന്നത്? സോ ഫസ്റ്റ് സൊല്യൂഷൻ ഇതാണ്, ഏറ്റവും പ്രാക്ടിക്കൽ സൊല്യൂഷൻ. വരുന്ന വർഷങ്ങളിൽ കീം എക്സാം നടത്താതിരിക്കുക, IIT JEE മാർക്സ് യൂസ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്യുന്ന ഈ ബോർഡ് എക്സാമിൻ്റെ മാർക്ക്, എന്തിനാണ് പാടുപെട്ട് ഇങ്ങനെ കൺഫ്യൂഷൻസ്, ബോർഡ് എക്സാം അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ഇത്ര അധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്? ഇത് എന്തായാലും നിങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് പരാതിയില്ലാത്ത രീതിയിൽ ഇത് പരിഹരിക്കത്തില്ല. അതിന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടിയിരുന്ന ഒരു മിനിമം ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിരുന്നെങ്കിൽ IIT JEE 2013, 14, 15 കാലഘട്ടങ്ങളിൽ അശോക് മെഹ്ത കമ്മിറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവിടെ ടെസി തോമസ് ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി മെമ്പേഴ്സാണ്. അവരന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഈ പാവപ്പെട്ട കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ട് ബോർഡ് എക്സാം കൂടി ആഡ് ചെയ്യണം. എൻട്രൻസിന് പോകാനായിട്ട് കാശുള്ള കുട്ടികൾക്കേ സാധിക്കുള്ളൂ, മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ക്ലെയിം, അത്തരത്തിലൊരു ഐഡിയ കൊണ്ടുവന്നത് ബാക്ക് ഫെയർ ചെയ്തിട്ടേ ഉള്ളൂ. അത് ഫലിക്കുന്നില്ല കൃത്യമായിട്ട്. കാരണം കാശുള്ളവർ തന്നെ ട്യൂഷന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിച്ച രീതിയിൽ നടക്കുന്നില്ലെന്നും ബാക്ക് ഫെയർ ചെയ്യുകയാണെന്നും അതുകൊണ്ട് ബോർഡ് എക്സാമിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന അതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടാണെന്നും അതിനകത്ത് അനീതികളുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് അശോക് മെഹ്ത കമ്മിറ്റി പറഞ്ഞു, ഇനി ബോർഡ് എക്സാമിൻ്റെ മാർക്ക് IIT JEE കൂട്ടില്ല 2015. ഇത് ബേസിക് വിവരമുള്ളവർ ഈ കാര്യങ്ങളൊന്ന് അല്പം ഒന്ന് റിസർച്ച് ചെയ്തിരുന്നെങ്കിൽ കീമിലും നമ്മൾക്ക് ഇത്തരത്തിൽ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് അവോയ്ഡ് ചെയ്യാൻ. സോ സൊല്യൂഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ബോർഡ് എക്സാമിൻ്റെ മാർക്സ് അവോയ്ഡ് ചെയ്യുക. സൊല്യൂഷൻ 1 എന്താണ് പറഞ്ഞത്, കീം അവോയ്ഡ് ചെയ്യാൻ പറ്റും വരുന്ന വർഷം മുതൽ. 2 ബോർഡ് എക്സാമിൻ്റെ മാർക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രൻസ് മാർക്കിൻ്റെ മാത്രം ബേസിസിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. മൂന്നാമത്തെ സൊല്യൂഷൻ, കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ ഗ്ലോബൽ മീനും ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയുള്ള ഫാക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. അവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കർവ് അസ്യൂം ചെയ്തുകൊണ്ടാണ് അവിടെ വരുന്ന മിസ്റ്റേക്ക് വരുന്നത്. അതിനകത്ത് ഡേറ്റയിൽ വരുന്ന പ്രശ്നം എവിടെയാണ് സംഭവിക്കുന്നത്, ആ ഡേറ്റനെ എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ടൂൾ യൂസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം മുതൽ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ രീതി നിങ്ങൾക്ക് തുടരാൻ സാധിക്കും. ഈ സ്റ്റുഡൻസിനെ അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ്, അതായത് കഴിഞ്ഞ വർഷം ഫുൾ മാർക്ക് ബോർഡ് എക്സാമിനും എൻട്രൻസിനും ഫുൾ മാർക്ക് കിട്ടിയിട്ടും കേരള സിലബസിലെ കുട്ടി 25ാമതായി പോയി എന്നുള്ളതാണ് ഈ പറയുന്ന വലിയ സങ്കടം. അല്ലെ, അതാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം. ആ കുട്ടി 1ാം റാങ്ക് വരണമെങ്കിൽ എന്ത് കറക്ഷനാണ്, എന്ത് ട്രാൻസ്ഫോർമേഷനാണ് കഴിഞ്ഞ വർഷത്തെ ഇക്വേഷൻ ചെയ്യേണ്ടതെന്ന് നിസ്സാരം ആലോചിക്കാമായിരുന്നു. അതും നിങ്ങൾ ചെയ്തില്ല. അതാണ് സൊല്യൂഷൻ നമ്പർ 3 ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അസംഷനെ കറക്റ്റ് ചെയ്തെടുക്കുക. 4ാമത്തെ സൊല്യൂഷൻ നമ്പർ 4 എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ബോർഡ് എക്സാം നടത്തണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ നടത്തുക ബോർഡ് എക്സാം. സിവിൽ സർവീസ് നടത്തുന്ന പോലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം നടത്തുന്ന പോലെ എൻട്രൻസ് കമ്മീഷൻ നടത്തുക ഒരു പേപ്പർ 2 എന്ന് പറയുന്ന എക്സാം. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഒരേ സ്കീം ഓഫ് എക്സാം ആണ്. എല്ലാവരും ഒരേപോലെ നിങ്ങൾക്ക് പരീക്ഷിച്ചെടുക്കാൻ പറ്റും. ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യം വരുന്നില്ല. എല്ലാവരും ഒരേപോലെ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് അതിനകത്ത് യാതൊരു തരത്തിലുള്ള വേറെ ഏറ്റക്കുറച്ചിലുകൾ വരുന്നില്ല. സ്റ്റാൻഡർഡൈസേഷൻ്റെ ആവശ്യം, സ്കോപ്പേ വരുന്നില്ല. അങ്ങനെ നടത്തുക. 4 സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. ഇതെങ്കിലും ഇത് ബേസിക്, ഒരു പുറമേ നിന്ന് ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട്, ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അടയിരിക്കുന്ന, നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ
കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. ഇനിയെങ്കിലും ഇത്തരത്തിൽ സൊല്യൂഷൻസ് കൊണ്ട് ഇത്തരത്തിൽ ഒരു ആലോചന നടത്തി കുട്ടികളുടെയും ഭാവി നശിപ്പിക്കാതെ അവരെ ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ നിയമം മാറ്റി 532 എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ അതെടുത്ത് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാന്ന് പറയുന്ന അത്ര വലിയ എന്താണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ അത്ര വലിയ ഒരു സംഭവമായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. തമിഴ്നാട്ടിൽ എൻട്രൻസ് ഇല്ലാത്തതുകൊണ്ടാണ് സുഹൃത്തെ ഈ 532 അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവിടെ എൻട്രൻസ് ഇല്ല. അതുകൊണ്ട് സബ്ജക്ട്സിനെ വെയിറ്റേജ് എടുക്കുമ്പോൾ എഞ്ചിനീയറിംഗ് വരുന്നവർക്ക് മാത്സിന് ഇത്തിരി പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി 532 കൊടുത്തിരിക്കുന്നു. അതിൽ പരം മണ്ടത്തരം വേറെ ഇല്ല. അത് അഡോപ്റ്റ് ചെയ്തതിൽ പരം തമിഴ്നാടും കർണാടകവും കേരളവും മാത്രമാണ് ഈ ബോർഡ് എക്സാം കാൽക്കുലേറ്റ് ചെയ്യാൻ എൻട്രൻസ് റാങ്കിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസ് ചെയ്തിട്ട് പ്രോപ്പർ സ്റ്റഡി നടത്തിയിട്ട് സൊല്യൂഷൻസിലേക്ക് വരാം. ഞാൻ പറഞ്ഞ 4 സൊല്യൂഷൻസ് ഇവിടെ വാലിഡ് ആണെന്ന് ഓർക്കുക. എത്രയും വേഗം കുട്ടികൾക്ക് സൊല്യൂഷൻസ് കൊടുക്കുക. ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് കുട്ടികളുടെ ഭാവിയെ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ അവർക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. ഫസ്റ്റ് ഇയറിലാണ് ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് ഉള്ളതെന്നും കൂടെ മനസ്സിലാക്കുക. ഈ സബ്ജക്ട്സ് പഠിക്കാൻ കൃത്യമായിട്ട് സമയമില്ലാതെ വരുമ്പോൾ ഈ കുട്ടികൾ നേരെ എക്സാം എഴുതേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. സിലബസ് റീസെൻ്റ്ലി KTU സിലബസും കരിക്കുലും എല്ലാം മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഒരു വെയിറ്റേജ് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സിന് വരുന്നുമുണ്ട്. ഫസ്റ്റ് ഇയറിൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വീണ്ടും പരീക്ഷണം കൂട്ടുക, വീണ്ടും അവരെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക. എത്രയും വേഗം ഇതിലൊരു വലിയ പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്ന് റിയലൈസ് ചെയ്യുക. അത് ഇപ്പോൾ തന്നെ ചെയ്യുക. അടുത്ത വർഷം ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കെ കൊണ്ടുപോയിട്ട് കലവടച്ച് എല്ലാവരെയും വീണ്ടും ദുരിതത്തിലാക്കാനായിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോഴേ അത് മനസ്സിലാക്കുക. എത്രയും വേഗം ഇത് ഉടച്ചു വാർക്കുക.